ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമോ അതോ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരുടെയും മാനിപ്പുലേറ്റിങ്ങോ കൺട്രോളിങ്ങോ ഒന്നുമല്ല. ഇവരുടെ മനസ്സ് എന്താണോ പറഞ്ഞത് അത് അനുസരിച്ചാണ് ഇവർ ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെ ഭാഗമാണോ ശരി അവരുടെ കൂടെ നിൽക്കും, ആരുടെ ഭാഗമാണോ തെറ്റ് അവരുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കത്തില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇതുകൂടാതെ ഇവർ വളരെയധികം ഹോപ്പ്ഫുള്ളാണ്. ഇവർ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ എടുത്ത തീരുമാനം ശരിയാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഇവർ മാരീഡ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ഇവർക്ക് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കൊടുക്കുന്നത് എങ്കിൽ അവരുമായിട്ട് ബന്ധം അവസാനിപ്പിക്കാൻ വരെയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതായത് എനിക്ക് ഈ ബന്ധം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആളെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനം എടുത്തായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് എങ്കിലാണ് ഞാൻ ഈ സിറ്റുവേഷൻ പറഞ്ഞത്. ഇവിടെ കുറേ നാൾ ഇവർ വെയിറ്റ് ചെയ്തു. എൻ്റെ മാരേജ് സിറ്റുവേഷൻ നേരെയാകും, ഇപ്പോൾ നേരെയാകും, നാളെ നേരെയാകും എന്നൊക്കെ പറഞ്ഞ് കുറേ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു മാരേജ് സിറ്റുവേഷൻ ഒരിക്കലും നേരെയാകുന്നില്ല. അതുകൊണ്ടാണ് അത് അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനം ഇവർ എടുത്തേക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിൽ ഫാമിലിയാണ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെയുള്ള ബന്ധം ഇവർ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ ഏതോ ഒരു വ്യക്തി ഇവരോട് കള്ളം പറയുകയാണ് എപ്പോഴും. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ് ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എനിക്ക് വളരെയധികം ദോഷം ചെയ്യും, ആ വ്യക്തി നിന്ന് പുറത്ത് വരണം, എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു. ആരാണോ കള്ളം പറയുന്നവരോട് അതിവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ആരാണോ പ്രോബ്ലം സൃഷ്ടിക്കുന്നത് അവരുമായിട്ടുള്ള ബന്ധം ഇവർ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലാണ്, സെപ്പറേഷനിലാണ് എങ്കിൽ ഫിയർലെസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്നേഹമാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇവരുടെ ഭാഗ്യത്തിലുണ്ട് എന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, സോൾ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉറപ്പായിട്ടും നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും നിങ്ങളുടെ പേഴ്സണുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും. ഇവർക്ക് ആരുടെയും അഡ്വാൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ഫുൾ ആൻഡ് ഫൈനൽ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ വേറൊന്നും നോക്കത്തില്ല, ഇത് ലാസ്റ്റ് ഡിസിഷനാണ് അവരുടെ. ലവേഴ്സിൻ്റെ ഫേവറിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് അവരുടെ പേഴ്സണുമായിട്ടുള്ള യൂണിയൻ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാർക്കും ഹെഡേക്ക് ഈ ടൈം പീരീഡിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വേദന, ഇല്ല എങ്കിൽ ചെറിയൊരു ജലദോഷം, തലവേദന, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ. ഇവിടെ തേർഡ് ഐ ചക്ര ബ്ലോക്കേജസ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തേർഡ് ഐ ചക്രയുടെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ സംബന്ധമായിട്ട്, തല സംബന്ധമായിട്ട് ഉള്ള എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ്. അതുകൊണ്ട് തേർഡ് ഐ ചക്രയുടെ മെഡിറ്റേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങളുടെ വിഷൻ ക്ലിയർ ആവും. നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വഴി പോകണം, ഏത് വഴി പോകണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും. ഇവിടെ ചില ആൾക്കാർക്ക് വിവിധ തരത്തിലുള്ള ഡ്രീംസ് ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചില ആൾക്കാർക്ക് ഇന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഹീലിംഗ് ലഭിക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ കാർമിക് സിറ്റുവേഷൻ എന്താണോ, എന്തെങ്കിലും മുറിവുകൾ, വേദനകൾ അതൊക്കെ റിലീസായി പോകുമ്പോഴാണ് ഇവർക്കൊരു ഹീലിംഗ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തോ ഹീലിംഗ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സന്തോഷത്തിലുമാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ഹീലിംഗ് ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഇനി ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റൈറ്റ് പാത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ശരിയായ ഒരു ടൈം ആകുമ്പോഴേ സംഭവിക്കത്തുള്ളൂ. ആ ഒരു ശരിയായ ടൈമിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിവൈൻ്റെ ഗൈഡൻസ് എന്താണോ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഹൃദയം ഇവരോട് എന്താണോ പറയുന്നത് അത് കേൾക്കുന്നുമുണ്ട് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനും. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് വരാൻ പോകുന്ന 24 hours ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലക്കി ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. അതായത് നിങ്ങളുടെ പേഴ്സൺ 24 hours നിങ്ങൾക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങളുമായിട്ട് ഇതുവരെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നത് ആ കാരണം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് തേർഡ് പാർട്ടിയാണോ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഏത് തേർഡ് പാർട്ടിയാണോ ഉള്ളത് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരാണോ ടവർ മൂവ്മെൻറ്റ് സൃഷ്ടിക്കുന്നത് അവരിൽ നിന്ന് റിലീസ് ആവാനുള്ള വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. വരാൻ പോകുന്ന 24 hours നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള. അപ്പോൾ ഇനി കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി അവർക്ക് വേണ്ടി ബന്ധം അന്വേഷിക്കുന്നതായിട്ടും അപ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങളോട് ഇവർ പറയും. അപ്പോൾ ഇവർ നിങ്ങളോട് പറയും എൻ്റെ ഫാമിലി പറയുന്ന ആളെ വിവാഹം ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഷോക്കാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഷോക്കായി ദേഷ്യപ്പെടും നിങ്ങൾ അവരോട്. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഈ കാര്യം പറയാൻ തോന്നി, എനിക്ക് എന്തുമാത്രം വിഷമമാവുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ 24 hours തന്നെയാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ വളരെയധികം സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴാണ് ഈ ഒരു നെഗറ്റീവ് എനർജി കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാമിലി പറയുന്ന ആളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയത്തില്ല. അത് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴക്കിടാൻ പോവാതെ ഫ്രീ ആയിട്ട് വിടുക. അതായത് നെവർ മൈൻഡ് ആയിട്ടിരിക്കുക. എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ നെവർ മൈൻഡ് ആയിട്ടിരിക്കുക നിങ്ങൾ. അതായത് നിങ്ങളെ ഇഷ്ടമുള്ള ആളാണ് എങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരാളുടെ കാര്യം വീട്ടിൽ പറയുമ്പോൾ അതിന് എതിർക്കേ ഉള്ളൂ. അല്ലാതെ അവരെ കല്യാണം കഴിക്കാം എന്ന് വീട്ടുകാർ പറയാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ജീവിതം സ്പോയിലാവും. അതിന് മുമ്പേ ആയിട്ട് ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തി കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറ്റുള്ള ആൾ പറഞ്ഞ് അപ്പോഴും നിങ്ങളെ വിട്ടുകളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ച് ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും വിട്ടു പോകത്തില്ല. നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള വാശിയും ധൈര്യവും അവർക്കുണ്ടാകും. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇഷ്ടം ആത്മാർത്ഥമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.